ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് ഫ്രഷായിട്ട് ബ്രാല് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഒരു ഫ്രണ്ട് തന്നതാട്ടോ. അപ്പോൾ അത് അമ്മയെ കൊണ്ട് വെപ്പിക്കാമെന്ന് വിചാരിക്കുക. കാരണം അമ്മയ്ക്ക് സൂപ്പറായിട്ട് ബ്രാലിൻ്റെ കറിയും ഒക്കെ വെക്കാറിയാം. അപ്പോൾ അമ്മയെ കൊണ്ട് വെപ്പിക്കാമെന്ന്. അപ്പോൾ അവർ തന്നെ നമുക്കത് ക്ലീനാക്കി തന്നു. പിന്നെ കുറച്ച് ലേറ്റായിട്ടാണ് കിട്ടിയത്. അപ്പോൾ പിന്നെ ഇനി വീട്ടിൽ വന്ന് ക്ലീനാക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ തന്നെ നമുക്കത് ക്ലീനാക്കി തന്നു. നമ്മുടെ തോട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ബ്രാല അവരവിടെ നിന്ന് വൃത്തിയാക്കിയാലും നമ്മൾ ഉപ്പിട്ടിട്ട് ഉരക്കണം. ഒന്നും കൂടി ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് ഉരയ്ക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ആവും. എന്നാലും വഴുങ്ങി നിൽക്കുന്നത്. അപ്പോൾ നല്ല കല്ലുപ്പിട്ടിട്ട് ഉരയ്ക്കും. നന്നായിട്ട് വെളുക്കും. കണ്ട വെളുത്ത് വരും. നന്നായിട്ട് വെളുത്ത് കണ്ട. ഇനി ഇത് നന്നായി കുഞ്ഞു കഷ്ണങ്ങൾ എടുത്തിട്ട് വീണ്ടും കല്ലുപ്പിട്ടിട്ട് ഉരച്ച് കഴിഞ്ഞാൽ സൂപ്പർ ക്ലീനായി. അമ്മ ഇത് എന്തിട്ട് മഞ്ഞ കളറിന്റെ പൊരിഞ്ഞീനാണ് കണ്ട. ഇത് തന്നെ എടുത്ത് നമുക്ക് വറുത്ത് കഴിക്കാം. ഇങ്ങനെ കുറച്ച് അധികം ഉണ്ടെങ്കിൽ വറുത്ത് കഴിക്കണം. കൂട്ടാലിട്ടാലും നല്ല ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ നുറുക്കുമ്പോൾ കഷ്ണത്തിലുണ്ട്. ഇങ്ങനെ എത്ര വലിയ കഷ്ണത്തിൽ ആരും ബ്രാല് നുറുക്കിയിട്ട് കറി വയ്ക്കില്ല. വേവ് കൂടുതലല്ല. കഷ്ണത്തിന് ഉപ്പും വെള്ളമൊക്കെ പിടിക്കണമെങ്കിലേ പിടിക്കണമെങ്കിൽ കനം കുറച്ച് വറുക്കാനായാലും കനം കുറച്ചിട്ട് കണ്ട. മീനിലെ കട്ടാണിത് കണ്ട. ഇത് പൊട്ടാൻ പാടില്ല. ഇത് പൊട്ടാണ്ട് നമ്മളിതിങ്ങനെ കട്ടിയിട്ട് വറക്കണേലിടാം. പക്ഷെ ഇത് പൊട്ടി കഴിഞ്ഞാലോ കനച്ച് ചെടി ഇത് കണ്ട. അത് കളയണം. പിന്നെ ബാക്കിയുള്ളതൊക്കെ എടുത്തിട്ട് നമുക്ക് വലിയ പീസൊക്കെ വറക്കാട്ടോ. വറക്കണ വയ്ക്കണം. പിള്ളേർക്ക് വറുത്ത് കൊടുക്കാം. കണ്ട ഇതിൽ കണ്ട കരിഞ്ഞിരിക്കുന്നത്. ഇത് വേറെ സെക്ഷനായിട്ട് വറുക്കാം. ചെറിയ കഷ്ണമൊക്കെ വയ്ക്കാനില്ല. ഇതിങ്ങനെ വെച്ചിട്ടാണ് ഇതിൻ്റെ തല കണ്ട. ഇവിടെ നിന്ന് ഇങ്ങനെ കിട്ടുള്ളൂ. ഇങ്ങനെ വെച്ചിട്ട് ചെരിച്ച് മുറിക്കും. തലയിൽ മീറ്റ് ഉണ്ടോ? ഇതൊക്കെ മീറ്റ് തന്നെയാണ് കണ്ട. ഇതൊക്കെ മീറ്റാ കണ്ട. അപ്പം ഇത് മീറ്റാണ് കണ്ട. വേണമെങ്കിൽ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ എടുത്ത് കളയണേ. ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇരുന്നു ടേസ്റ്റ് വ്യത്യാസമില്ലാണ്. മതി ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കയറ്റിയിട്ട് ഇങ്ങനെ മുറിക്കുക. മുറിക്കാൻ പറ്റും. തല നമ്മൾ കറിയിലിടുമല്ലോ. അപ്പോൾ നന്നായി ഇതിൽ ഉപ്പും വെള്ളവും പുളിയൊക്കെ പിടിച്ച് കഴിയുമ്പോൾ ഈ വകശൊക്കെ തിന്നെ കഴിക്കാനായിട്ട് നല്ല സ്വാദായിരിക്കും. അത് കാണുമ്പോൾ എന്നൊക്കെ തോന്നും. പക്ഷേ ഈ കഷ്ണത്തിൽ കൂടെ ഈ തല ഇട്ടെങ്കിൽ തന്നെയാണ് ബ്രാലിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് വരുള്ളൂ. ഇനി മീൻ കറിയിലേക്ക് എന്തൊക്കെ സാധാരണ നമ്മൾ ഇഞ്ചി അരിഞ്ഞിടുക. ഒരു 4 പച്ചമുളക് ഇതിലേക്ക്. പിന്നെ വേപ്പിൻ്റെ ഇല, ഉള്ളി ചതച്ചിടുക. പിന്നെ ഇതൊരു കുടപ്പുളി അധികം എടുക്കാൻ പാടില്ല. ഒരു 3 കുടപ്പുളി, അതായത് ഇത്ര വലിപ്പമുള്ള 3 കുടപ്പുളിയാണ്. അത് കഴുകി വെള്ളത്തിൽ ചേർത്ത് വെച്ചു. പിന്നെ ഇതുപോലെ ഒരു നാളികേരം, പിന്നെ കുറച്ച് വലിപ്പമുണ്ട്. നാളികേരം പിഴിഞ്ഞ ആദ്യത്തെ പാലാണ് ഇത്.
പിന്നെ ഒന്നാം പാല്, പിന്നെ ബാക്കി മിക്സിയിൽ അടിച്ചിട്ടുള്ള പാലാണ് ഇത്. നമ്മള് ബ്രാലി വെക്കുമ്പോ എപ്പോഴും നമ്മള് നാളികേരപ്പാലിൽ വെച്ചാൽ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇതാണ് ഇതിൻ്റെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി. മല്ലിപ്പൊടി അധികം ഇടാൻ പാടില്ല, മുളക് പൊടി, മഞ്ഞപ്പൊടി ചെറുതാക്കി അരിഞ്ഞിട്ട്. അപ്പൊ ഇടയ്ക്ക് ഇത് ഈ കഷ്ണം ഒന്ന് കടിക്കും, നല്ലതാണ്. ഇത് ആ മീനില് തലയുടെ വശവും പിന്നെ ബാക്കിയുള്ള കഷ്ണം കൂടി ഇത് വെക്കാനായിട്ട്, ഇത് വറക്കാനായിട്ട്. വറക്കണതിൻ്റെ കുട്ടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ചതയ്ക്കാം കേട്ടോ. വേപ്പിൻ്റെ ഇല കൂടി ചതച്ചിരുന്നത് മണത്തിനല്ലേ വേപ്പിൻ്റെ നമുക്കുള്ളത്. മഞ്ഞപ്പൊടി അപ്പോൾ ഇതിലേക്ക് ഇട്ട് വയ്ക്കാം. മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി അധികം ഇടാൻ പാടില്ല. മറ്റുള്ള കറികളുള്ള പോലെ നാളികേരപ്പാല് പിന്നെ വറക്കണേക്ക് മല്ലിപ്പൊടി വേണ്ട. മുളക് പൊടി വറക്കണേല് കുറച്ച് ജാസ്തിയായിട്ട് വേണം. കാരണം ഇത് കയ്യിൽ പുഴയിലും പടത്തൊക്കെ ഉണ്ടാകുന്ന മീനല്ലേ, എരിവ് നന്നായിട്ട് വേണം. ഇത് വെക്കണേലും വേണം. കുറച്ചിട്ട് പാലുണ്ടല്ലോ, നാളികേരപ്പാലുണ്ടല്ലോ. പിന്നെ നമ്മൾ കുടപ്പുളി, കല്ല് നമ്മള് ഫസ്റ്റ് പാല് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഫസ്റ്റ് പാല് എടുത്തേക്ക്. പിന്നെ നമ്മൾ മിക്സിയിൽ അടിച്ച ബാക്കിയുള്ള രണ്ടാം പാല്, മൂന്നാം പാല് എന്നൊക്കെ പറയാം. എല്ലാം പാലും വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ച് വേവിക്കുക. അടുപ്പ് സ്പൂണ് ആക്കിയത് പെട്ടെന്ന്. ഇനി ആവശ്യത്തിന് വേണ്ട ഉപ്പ്, ലേശം ഉപ്പും കുടിക്കുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയാ വറക്കണേല് കുറച്ച്, അല്ലെങ്കിൽ വെറുതെ പയമ്പലൊക്കെ ഉപ്പ് വേണം കുറച്ച്. മിക്സ് ചെയ്യാം. സാധാരണ വറക്കണ പോലെ, മസാല വറക്കണ പോലെ. അപ്പം മസാല ചേർത്ത് വറക്കാം. അത് കുരുമുളക്, പെരിഞ്ജീരകം, ഇഞ്ചി, സാധാരണ വറക്കാം. പക്ഷെ ഇതിൽ പേസ്റ്റ് മസാല പേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കുരുമുളക്, പെരിഞ്ജീരകം, ഇഞ്ചി, പച്ചമുളക് ഒക്കെ അരച്ചിട്ട് പേസ്റ്റ് ആക്കാം. അടുപ്പത്ത് വെച്ചിട്ട് ഇനി തിളച്ചത് വേവട്ടെ. ഇനി ഏതാണ്ട് വേവാകുമ്പോൾ നമ്മൾ ഫസ്റ്റ് പാലെടുത്ത് ഒഴിച്ച് ഉള്ളി താളിച്ച സൂപ്പർ കറി. മീൻ കറി തിളച്ചോട്ട് അതിന് കുറച്ച് നേരം കിടുന്നത് വേവട്ടെ. അതൊക്കെ നമുക്ക് ഇപ്പുറത്ത് വറക്കാനുള്ള നോക്കാം. ആദ്യം നമ്മൾ നാളികേരം തെമ്പാലുണ്ടല്ലോ, അത് നമുക്ക് ഒഴിക്കാം കേട്ടോ. മീൻ വെന്തൂല്ലേ? മീൻ വെന്തതിന് ശേഷം ഇനി ഒരു തിളച്ച മീൻകറി പാകമായി ഇറക്കി വെച്ചു. ഇനി ഉള്ളി താളിക്കുക. അപ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു, ഉള്ളി ഇട്ടു, കുറച്ച് ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ മുളക് പൊടി ഇടുന്നത്. ഇത് മുളക് ഇട്ടുണ്ട് കറിക്ക് എരിവൊന്നും കിട്ടുന്നില്ല. ഇതൊരു ഭംഗിക്കെന്ന് പറയില്ലേ, വേപ്പിൻ്റെ മീൻകറി റെഡി.
മീൻകറി റെഡിയായി. കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രസത്തിലാണ് ഇരിക്കുന്നത്. കറി വെച്ച് നല്ല കിടുക്കാച്ചി കറിയായിട്ടുണ്ട്. മറിച്ചിടാറായിട്ടാ. മീൻകറി റെഡിയായി. വറുത്തതും റെഡിയായി.